മറ്റൊരു വാർത്ത നോക്കിയാൽ INL-ൽ അനുരഞ്ജന നീക്കം അവസാനിച്ചിട്ടില്ല എന്ന് ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ. മധ്യസ്ഥൻ വിദേശത്തു നിന്ന് മടങ്ങിയെത്തിയാൽ ചർച്ച പുനരാരംഭിക്കും. അനുരഞ്ജനം പരാജയപ്പെട്ടു എന്നത് ദുഷ്പ്രചാരണമാണെന്നും പാർട്ടിയെ പിളർത്തുക മാത്രമാണ് ഇവരുടെ ലക്ഷ്യമെന്നും കാസിം ഇരിക്കൂർ ആരോപിച്ചു. വിവരങ്ങളുമായി മുഹമ്മദ് ഷഹീദ് കോഴിക്കോട് നിന്ന് ചേർന്നു. ഷഹീദ്, തർക്കം തുടരുന്നു. അപ്പോഴും അനുരഞ്ജന നീക്കം നടക്കുകയാണ്, സമവായത്തിന്റെ ശ്രമം നടക്കുകയാണെന്നുള്ള ഒരു ശുഭപ്രതീക്ഷയുടെ വാക്കുകൾ ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു? അപർണ, കാന്തപുരം വിഭാഗത്തിന്റെ നേതൃത്വത്തിലായിരുന്നു അനുരഞ്ജന നീക്കം നടത്തിയിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം അഖിലേന്ത്യാ പ്രസിഡന്റ് മുഹമ്മദ് സുലൈമാൻ കോഴിക്കോട്ടെത്തി ഏകപക്ഷീയമായി കാസിം ഇരിക്കൂറിനൊപ്പം നിന്ന സാഹചര്യത്തിൽ അനുരഞ്ജന ചർച്ചകൾ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് ഈ കാന്തപുരം വിഭാഗത്തിന്റെ നേതാക്കൾ നമ്മെ അറിയിച്ചിരുന്നു. അബ്ദുൽ വഹാബും ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു. ഇനി അനുരഞ്ജന നീക്കത്തിന് സാധ്യതയില്ല എന്നുള്ള നീക്കം അത്തരം അഭിപ്രായം പ്രകടിപ്പിച്ചു. പക്ഷെ അതിനെ പൂർണ്ണമായും തള്ളുകയാണ് ഇപ്പോൾ കാസിം ഇരിക്കൂർ. അതായത് പാർട്ടിയിൽ ഉടലെടുത്ത ഭിന്നതകൾ പരിഹരിക്കുന്നതിന് ചർച്ചകൾ നടന്നു വരികയാണെന്നും അത് അനുരഞ്ജന നീക്കം അവസാനിച്ചു, വാതിലുകൾ അടച്ചു എന്നുള്ള വാർത്ത അടിസ്ഥാനരഹിതമാണ് എന്നും അദ്ദേഹം പറയുന്നു. അനുരഞ്ജന നീക്കത്തിന് നേതൃത്വം നൽകിയ കാന്തപുരം അപ്പിയ ബുക്കർ മുസ്ലിയാരുടെ മകനായ അബ്ദുൽ ഹക്കീം അസരി വിദേശത്താണ്. അദ്ദേഹം വിദേശത്ത് തിരിച്ചു വന്ന ഉടൻ തന്നെ അനുരഞ്ജന നീക്കം പുനരാരംഭിക്കും. അനുരഞ്ജനം ശ്രമങ്ങൾ പൂർണ്ണമായും അവസാനിച്ചു എന്ന പ്രചരണം വിഭാഗീയ നീക്കമാണ്, അല്ലെങ്കിൽ പാർട്ടിയെ പൂർണ്ണമായി പിളർത്താനുള്ള ഒരു ഗൂഢലക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെ അത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷെ ഒരു കാര്യം അദ്ദേഹം ഈ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. അതായത് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ, നേരത്തെ കോഴിക്കോട് സൗത്ത് തെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താനുള്ള ശ്രമം നടത്തിയെന്നാരോപിച്ച് പുറത്താക്കിയവരെ തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നൊരു നിലപാട് അദ്ദേഹം ഈ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ അനുരഞ്ജന നീക്കം അവസാനിപ്പിച്ചു എന്ന് വഹാബ് പക്ഷം പറഞ്ഞതിന് പ്രധാനപ്പെട്ട കാരണം പുറത്താക്കിയവരെ തിരിച്ചെടുക്കണമെന്ന അവരുടെ ആവശ്യം കാസിം ഇരിക്കൂർ അംഗീകരിക്കുന്നില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ അക്കാര്യം അദ്ദേഹം ഈ വാർത്താക്കുറിപ്പിലും അത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ അനുരഞ്ജന നീക്കം തുടരുമെന്ന് പറയുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ അനുരഞ്ജന നീക്കം അവസാനിച്ചിട്ടില്ല എന്ന് കാസിം ഇരിക്കൂർ പക്ഷം പറയുന്നു. പക്ഷെ മധ്യസ്ഥർ ഈ വിഷയത്തിൽ തങ്ങൾ ഇനി ഈ അനുരഞ്ജന നീക്കത്തിന് ഇല്ല എന്നൊരു നിലപാട് എടുത്തിട്ടുണ്ട്. അക്കാര്യത്തിൽ ഇനി അവരുടെ നിലപാട് പ്രധാനമാണ്. അത്തരമൊരു ചർച്ചക്കുള്ള വാതിൽ ഇനിയും തുറക്കാൻ മധ്യസ്ഥ ശ്രമത്തിന് നേതൃത്വം നൽകിയവർ തയ്യാറായാൽ മാത്രമേ ഇനി അക്കാര്യത്തിൽ ഒരു പുരോഗതി ഉണ്ടാവുകയുള്ളൂ. അപർണ. റൈറ്റ്, കാസിം ഇരിക്കൂറിന്റെ പ്രതികരണമായിരുന്നു. മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങൾ നൽകിയത്. അനുരഞ്ജന നീക്കം അവസാനിച്ചിട്ടില്ല എന്ന് കാസിം ഇരിക്കൂർ പറയുമ്പോൾ പക്ഷേ മന്ത്രി അഹമ്മദ് ദേവർകോവിനെതിരെ LDF-ൽ പരാതിപ്പെടാനൊരുങ്ങുകയാണ് അബ്ദുൽ വഹാബ് പക്ഷം. മന്ത്രി കാസിം ഇരിക്കൂർ പക്ഷത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കുകയും പക്ഷപാതപരമായി പ്രസ്താവന ഇറക്കുകയും ചെയ്തുവെന്നാണ് ആരോപണം. പാർട്ടിയിൽ ഐക്യത്തിന് ശ്രമിക്കുമെന്ന് മന്ത്രി നേരത്തെ നൽകിയ ഉറപ്പിന്റെ ലംഘനമാണിതെന്നാണ് അബ്ദുൽ വഹാബ് പക്ഷത്തിന്റെ ആരോപണം. INL-ൽ പിളർപ്പുണ്ടായപ്പോൾ നിഷ്പക്ഷ നിലപാടെടുക്കുകയായിരുന്നു മന്ത്രി അഹമ്മദ് ദേവർകോവിൽ. നേരത്തെ കാസിം ഇരിക്കൂറിനൊപ്പമായിരുന്നുവെങ്കിലും പിളർപ്പിന് ശേഷം മന്ത്രി പരസ്യ പ്രസ്താവനകൾ ഒഴിവാക്കി. അബ്ദുൽ വഹാബ് പക്ഷം മന്ത്രിയെ നേരിട്ട് കണ്ടത് മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ആക്കം കൂട്ടുകയും ചെയ്തു. എന്നാൽ കോഴിക്കോട് കാസിം ഇരിക്കൂർ പക്ഷത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്ത മന്ത്രി വാർത്താസമ്മേളനത്തിൽ മറുപക്ഷത്തിനെതിരായി സംസാരിച്ചു. ഇതോടെയാണ് മന്ത്രിക്കെതിരെ LDF-ൽ പരാതി നൽകാൻ വഹാബ് പക്ഷം ആലോചിക്കുന്നത്. അങ്ങനെ ഒരു പക്ഷത്തേക്ക് ചേർന്ന് ചാഞ്ഞു നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഞങ്ങൾക്ക് അദ്ദേഹത്തോടുള്ള ഞങ്ങളുടെ നിലപാടും പുനഃപരിശോധിക്കേണ്ടതായിട്ട് വരും. മന്ത്രിയും ദേശീയ പ്രസിഡന്റ് മുഹമ്മദ് സുലൈമാനും ഒരു ഗ്രൂപ്പിനൊപ്പം നിന്നതോടെ സമവായ ചർച്ചകൾ അടഞ്ഞതായി വഹാബ് സ്ഥിരീകരിച്ചു. ഏത് വിട്ടുവീഴ്ചക്കും ഞങ്ങൾ ഒരുക്കുകയാണ്. പക്ഷം ആ നിലപാടിലേക്ക് വരുമെന്ന് ഞങ്ങൾ വിചാരിച്ച ഘട്ടത്തിലാണ് ദേശീയ അധ്യക്ഷന്റെ ഈ കോഴിക്കോട്ടേക്കുള്ള വരവും അദ്ദേഹത്തിന്റെ നിഷേധ നിലപാടും. അതോടുകൂടി ചർച്ച അവസാനിച്ചു എന്നുള്ള വിവരമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അതേസമയം ദേശീയ പ്രസിഡന്റിനൊപ്പം ജനറൽ സെക്രട്ടറി എന്ന നിലയിലാണ് പരിപാടിയിലും വാർത്താസമ്മേളനത്തിലും പങ്കെടുത്തതെന്നാണ് മന്ത്രി അഹമ്മദ് ദേവർകോവിലിന്റെ വിശദീകരണം. ന്യൂസ് 18 കോഴിക്കോട്. പൊന്നോണക്കാലം